നമസ്കാരം, അനിൽകുമാർ. ഒരു സ്മാർട്ട് ഫോണിൽ എങ്ങനെ നമുക്കൊരു ഇൻഷുറൻസ് പോർട്ടൽ ഓഫീസ് തുടങ്ങാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വീഡിയോകൾ കാണുക. തുറന്നു വരുന്ന വീഡിയോകൾ എല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ആ മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. പക്ഷേ അതിനകത്ത് നമ്മൾ എങ്ങനെ ബിസിനസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നമ്മളൊരു വെഹിക്കിൾ ഇൻഷുർ ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. അതിനകത്ത് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണും തേർഡ് പാർട്ടി, റൈറ്റ് സൈഡിൽ ടു വീലർ. അപ്പോൾ തേർഡ് പാർട്ടി ആണെങ്കിൽ തേർഡ് പാർട്ടിയിൽ ക്ലിക്ക് ചെയ്യുക. ഫുൾ പാർട്ടി ആണെങ്കിൽ ടു വീലറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഫുൾ കവറേജ് വേണമെങ്കിൽ നമ്മൾ എക്സാമ്പിൾ നമ്മളൊരു ഫുൾ കവറേജ് വണ്ടി ഇൻഷുർ ചെയ്യാൻ പോകും. അപ്പോൾ ടു വീലറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇവിടെ കുറച്ച് നേരത്തെ കൊട്ടേഷൻ എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്, കുറേ വണ്ടികൾ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസാണ്. ഏറ്റവും താഴെയായിട്ട് പ്ലസ് ബട്ടൺ ഉണ്ട്. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു ഫോം വരും. അപ്പോൾ ഇതിനകത്ത് വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അടിച്ചു കൊടുത്തിട്ട് താഴെ നെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുള്ള ഒരു വണ്ടിയുടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വണ്ടിയുടെ കസ്റ്റമർ നെയിം, മൊബൈൽ നമ്പർ, വെഹിക്കിൾ ടൈപ്പ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ എൻ്റർ ചെയ്യുന്നു. താഴെ നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു വെഹിക്കിൾ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. യൂസർ വെഹിക്കിൾ, ന്യൂ വെഹിക്കിൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. വെഹിക്കിൾ ടൈപ്പ് ടു വീലർ, മേക്ക്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് RC ബുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത നെക്സ്റ്റ് ചെയ്യുക. അപ്പോൾ അവിടെ വീണ്ടും വന്നിട്ട് പ്രീവിയസ് പോളിസി എക്സ്പയറി ഡേറ്റ്, അത് നമ്മൾ പഴയ ഇൻഷുറൻസ് അടച്ചതിൻ്റെ കോപ്പി നോക്കിയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്രീവിയസ് ഇൻഷുറർ നെയിം, പഴയ ഇൻഷുറൻസ് കമ്പനി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. തൊട്ട് താഴെ പ്രധാനം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രീവിയസ് ക്ലെയിം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ യെസ് ഓർ നോ. നേരത്തെ കഴിഞ്ഞ വർഷം ക്ലെയിം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അത് ചെയ്യുക. നോ ആണെങ്കിൽ നോ എന്ന് കൊടുക്കുക. പ്രീവിയസ് NCB, നോ ക്ലെയിം ബോണസ്, അത് പഴയ ഇൻഷുറൻസ് കോപ്പിയിൽ കാണാൻ പറ്റും എത്രയാണെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മളിവിടെ ഒരു 25% കൊടുക്കുന്നു. കസ്റ്റമർ ടൈപ്പ് ഇൻഡിവിജ്വലിന് വേണ്ടിയാണോ കമ്പനി വേണ്ടിയാണോ അത് നോക്കി നിങ്ങൾ അതിനകത്ത് സെലക്ട് ചെയ്യുക. ഏറ്റവും താഴെ ഗെറ്റ് കോട്ട് അടിക്കുമ്പോൾ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഡിഡ് യു ഓപ്റ്റ് ആഡ് ഓൺ ഫോർ ലാസ്റ്റ് ഇയർ പോളിസി, ഈ വർഷത്തെ പോളിസിയിൽ എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യണമെന്നാണ്. തൽക്കാലം നമുക്ക് നോ കൊടുക്കാം. അതിന് കൊട്ടേഷൻ വന്ന് ഒത്തിരി കമ്പനികളുടെ കൊട്ടേഷനാണ് വന്നിരിക്കുന്നത്. HDFC ERGO, ഇക്കോ ടോക്കിയോ, അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഉദാഹരണം HDFC, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ടോട്ടൽ കാണാൻ പറ്റും. വണ്ടിയുടെ പ്രീമിയം, IDV, NCB 25%, അതുപോലെ തന്നെ ടോട്ടൽ എമൗണ്ട് 1550 രൂപ. ടോട്ടൽ പ്രീമിയം എന്ന് പറയുന്നത് 1550 രൂപയാണ് 1 ഇയറിലേക്ക്. ഇത് ആണെങ്കിൽ നമ്മൾ ഇതാണ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മളിത് സെലക്ട് ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും കസ്റ്റമർ ഡീറ്റെയിൽസ് വരികയാണ്. നമ്മൾ ചെക്ക് ചെയ്യുക. ടൈറ്റിൽ, അത് പേര്, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യണം. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID കൊടുക്കുക. അദ്ദേഹത്തിന് ഇമെയിൽ ID ഇല്ലെങ്കിൽ ഏജൻറ്റിന്, അത് ആരാണോ ഇത് ഇൻഷുർ ചെയ്ത് കൊടുക്കുന്നത് അയാളുടെ മെയിൽ ID കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം ക്ലെയിമൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കോപ്പി ഇത് നമ്മുടെ ഇമെയിൽ ID വരും. അപ്പം നമുക്കത് കോപ്പി എടുത്ത് കൊടുക്കാനൊക്കെ സൗകര്യമാണ്. കസ്റ്റമറിലെ കോപ്പി കൊടുത്താലും കുഴപ്പമില്ല. അതിന് അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും താഴെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴാണ് വണ്ടിയുടെ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പ്രീവിയസ് പോളിസി നമ്പർ അതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. എൻജിൻ നമ്പർ, ചേസ് നമ്പർ. തൊട്ടടുത്ത് ഈസ് വെഹിക്കിൾ കറണ്ട് ലോൺ ആണോ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ കറക്റ്റ് കൊടുക്കുക. തൊട്ട് താഴെ നോമിനി ഡീറ്റെയിൽസ്, അതായത് നോമിനിയുടെ മസ്റ്റായിട്ട് കൊടുക്കണം. നോമിനി പേരും ഏജും റിലേഷൻഷിപ്പാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇത്രയും കാര്യങ്ങൾ വന്നു. നോമിനി ഡീറ്റെയിൽസ് വന്നിട്ട് താഴെ പേയ്മെൻറ്റ് ടൈപ്പ്, ഏത് പേയ്മെൻറ്റ് ടൈപ്പ്, അത് നമ്മളാണ് ഏജൻറ്റാണ് അടച്ചു കൊടുക്കുന്നതിൽ ഏജൻറ്റിൻ്റെ ക്രെഡിറ്റ് ഏതാണ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണോ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ നമ്മളിപ്പോൾ
ക്രെഡിറ്റ് കാർഡ് ഏതാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഡെബിറ്റ് കാർഡാണ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് അടിച്ചു. ആ കസ്റ്റമർ ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ടാണ് വരുന്നത്. നോക്കുക. ഓക്കെ, കറക്റ്റാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നതെല്ലാം ചെക്ക് ചെയ്യുക ശരിക്കും. അതിനുശേഷം ഒക്കെയാണെങ്കിൽ ഇവിടെ ഒരു ഡിക്ലറേഷൻ്റെ അവിടെ ടിക്ക് ചെയ്യുക, ടിക്ക് മാർക്ക് ചെയ്യുക. ഒരിടത്ത് ഷെയർ ഉണ്ട്, സേവ് ഉണ്ട്, പേനാവ് അടിച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് പ്രോസസ്സ് നടക്കും. നോക്കാം നമുക്ക് പേനാവ്. ഓക്കെ, പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ HDFC എർഗോടെയാണ് വന്നിരിക്കുന്നത്. പേയ്മെൻറ്റ് കൊണ്ട് 1550 രൂപ. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഡെബിറ്റ് കാർഡാണോ ക്രെഡിറ്റ് കാർഡാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ അവിടെ ഡെബിറ്റ് കാർഡാണ് ഞാൻ കൊടുക്കുന്നത്. ഡെബിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്യുന്നു. നമ്പറൊക്കെ അടിച്ചു കൊടുക്കുക. കാർഡ് നമ്പർ CVC അടിച്ചു കൊടുക്കുക. കാർ ഹോൾഡർ നെയിമൊക്കെ അടിച്ചു കൊടുക്കുക. മേക്ക് എ പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ബ്ലാങ്ക് ആയതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്ത. മേക്ക് എ പേയ്മെൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ പേയ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള പേര് നിങ്ങളെ SMS വരും. അതിനുശേഷം ആ കോപ്പി ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ID ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിലിലേക്ക് അതിൻ്റെ കോപ്പി വരും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് കസ്റ്റമർ എടുക്കും. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. വെഹിക്കിൾ ഇൻഷുറൻസ് അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. Sorry, it's DJ.